അങ്ങനെ ഇന്നത്തെ മൂന്നാമത്തെ ഓട്ടം ഗോപിനാഥൻ്റെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഇതാണ് എടപ്പാൾ ഹോസ്പിറ്റൽ, ഗോപിനാഥൻ്റെ ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്കിനി കാണാനുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വട്ടംകുളം വരെ നമ്മൾ കാണിക്കാനുണ്ട്. നമ്മൾ ഈ റോഡ് വരെയാണ് നിർത്തിയിരുന്നത്. അപ്പോൾ ഇനി വട്ടംകുളം വരെയുള്ള എന്തൊക്കെ സ്ഥാപനങ്ങൾ എന്തൊക്കെയുണ്ട് റോഡ് സൈഡിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഇവിടുന്ന് സ്വല്പം മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ആംബുലൻസുകൾ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു തുണിക്കടയുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ബാബൂസ് മെഡിക്കൽ ഷോപ്പ്, അങ്ങനെ കുറച്ച് കടകൾ, ത്രിവേണിയുടെയൊക്കെ കട. അവിടുന്ന് വന്നിട്ട് ഹോട്ടൽ ബ്രദേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കട. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പട്ടാമ്പി റോഡാണ്. പട്ടാമ്പി റോഡിൽ വട്ടംകുളം വരെയാണ് ശരിക്കും നമുക്ക് എടുക്കേണ്ടത്. പക്ഷേ വട്ടംകുളം വരെ നമ്മൾ ആരും പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഈ എടപ്പാൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സിൻ്റെ കടകൾ, പിന്നെ ഇവിടെ ഒരു മറ്റേ വാട്ടർ ടാങ്ക്, അത് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. ഇതാണ് ബോച്ചയുടെ ചായക്കട, ചായപ്പൊടിയൊക്കെ കിട്ടുന്ന കട. അത് ഈ പട്ടാമ്പി റോഡിലാണ്. നമ്മുടെ കുളങ്ങര ക്ഷേത്രത്തിലേക്ക് പോണതിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിലാണ്. ആ കുളങ്ങര അമ്പലത്തിലേക്ക് പോണതിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഒരു ബ്യൂട്ടി പാർലർ, കുറച്ച് ഒരു ചെറിയ ബിൽഡിങ് കാര്യങ്ങൾ, കുറച്ച് കടകളൊക്കെ ഉണ്ട്. മെഡിക്കൽ ഷോപ്പ്, മറ്റേ വാടകയ്ക്ക് നമ്മുടെ ലൈറ്റ് അത് ഇതൊക്കെ കിട്ടുന്ന കടകൾ. അതിങ്ങോട്ട് കഴിഞ്ഞ് സ്വല്പം കൂടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി ആയാലും ഇവിടെ എപ്പോഴും മീൻ കിട്ടും. അങ്ങനെ ഫ്രഷ് മീനായിരിക്കും മിക്കപ്പോഴും. നമ്മുടെ പൊന്നാനി മീനാണ്. ഇവിടെ പച്ചക്കറി കട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ മീനിൻ്റെ പരിപാടികളുണ്ട്. ഇവിടെ എപ്പോഴും ഉണ്ടാവും. നല്ല ഒട്ടുമിക്കതും ഫ്രഷ് തന്നെ എനിക്കും വരുന്നതായിരിക്കും, പൊന്നാനി മീനായിരിക്കും വരുന്നത്. ഇവിടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. പിണറായി വിജയൻ്റെയൊക്കെ പരിപാടിയൊക്കെ നടത്തിയത് ഈ ഗ്രൗണ്ടിനകത്ത് വെച്ചിട്ടായിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ എന്നും പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ ചെറിയൊരു ഗ്രൗണ്ടിൽ കുറച്ച് വണ്ടിയൊക്കെ കയറ്റിയിട്ടിരിക്കുന്നത് കാണാം. ഈ സൈഡിൽ ഓറഞ്ച്, ആപ്പിള്, അങ്ങനെ വഴിയോര കച്ചവടങ്ങൾ, ഉള്ളി, ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാര്യം ഇവരാണ് നമുക്ക് വില കുറച്ച് ധരിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും വലിയൊരു മാർഗം. ഇവർ ഈ വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് കടയിൽ നിന്ന് സാധനങ്ങളുടെ ആൾക്കാർ മേടിക്കുന്നത് കുറയും. അപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും, കടക്കാരും അങ്ങനെ കൂടുതൽ വില എടുക്കില്ല. ഇതാണ് ശുഗപുരം പമ്പ്. 24 മണിക്കൂറും ഇത് തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഈ പട്ടാമ്പി റോഡിലേക്ക് 1 കിലോമീറ്റർ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശുഗപുരം പമ്പ് എത്തി. ഇതുവരെയാണ് ശരിക്കും പറഞ്ഞാൽ പട്ടാമ്പി ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ള കടകൾ. പിന്നെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഷൂവിൻ്റെ കട, അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പട്ടാമ്പി റോഡിലെ വിശേഷം. ഇവിടെ ഈ ശുഗപുരം പമ്പിൻ്റെ അടുത്തായിട്ട് ഹിയർ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു കേൾവിക്കുറവിന് ചികിത്സിക്കുന്ന ഒരു ആശുപത്രി ഉണ്ട് കേട്ടോ. അവിടെ കുട്ടികളെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഞാൻ തന്നെ കുറേ പ്രാവശ്യം അങ്ങോട്ട് ഓട്ടം പോയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ കുളങ്ങര ക്ഷേത്രത്തിൻ്റെ വളവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ആര്യവൈദ്യയുടെ ഒരു ഫാർമസി ഉണ്ട് കേട്ടോ. ആ ആംബുലൻസ് കിടക്കണ ശുഗപുരം ഹോസ്പിറ്റലിൻ്റെ ആംബുലൻസ് കിടക്കണതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ജ്യൂസ് കട, പിന്നെ വലിയൊരു മെഡിക്കൽ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറച്ച് ബാഗിൻ്റെ, ചെരുപ്പിൻ്റെ ഒക്കെ കടകൾ. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് സ്വർണ്ണം, വെള്ളി ആഭരണങ്ങൾ, ഒരു ചെറിയ തുണിക്കടയുണ്ട്. ഇത് നമ്മുടെ ചങ്കിൻ്റെ കടയാണ്, ചങ്ക് ബ്രോസാണ്. സോഡ സർബത്തുകൾ, വെള്ളം, അങ്ങനെയുള്ളത് ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ വന്നാൽ മതി. ഇതാണ് നമ്മുടെ സ്വന്തം മുതലാളി. ഒന്ന് ഒരു ഹായ് കൊടുത്ത്. ആ, ഇത് ഇവിടെ ഈ കാണപ്പെട്ട ഐറ്റംസൊക്കെ ഈ ആശുപത്രിയുടെ അടുത്ത് തന്നെയുണ്ട്. പലർക്കും അറിയില്ലാത്തൊരു സംഭവമായിരിക്കാം, പലർക്കും അറിയാതിരിക്കാം. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ. അതുപോലെ തന്നെ അതിൻ്റെ പുറത്തൊരു ടയർ കടയുണ്ട്, ഒരു ചായക്കടയുണ്ട്, ചെറിയൊരു ചായക്കടയുണ്ട്, കടിച്ച ചായ ചെറുകടിയൊക്കെ ഉണ്ട്. ഈ വഴിയാണ് നമ്മുടെ KSEBിലേക്കൊക്കെ പോണത്. ഇവിടുന്ന് ലെഫ്റ്റ് വന്നു കഴിഞ്ഞാൽ KSEBിലേക്ക് പോയി. ഇവിടെ ഒരു ചേട്ടൻ മറ്റേ ഇതിൻ്റെയൊക്കെ വർക്കായിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ ജൻ ഔഷധിയും ഈ ഭാഗത്ത് തന്നെയാണ്. ഇവിടെ കുറച്ച് കടകളുണ്ട്. ഇത് അങ്ങനെയുള്ള പാർട്സ് കടകൾ, നെട്ടും ബോൾട്ടൊക്കെ കിട്ടുന്ന കടകൾ. ഇത് അതിൻ്റെ ഉള്ളിലായിട്ടാണ് ജൻ ഔഷധി വരുന്നത്. അങ്ങനെയുള്ള കുറച്ച് കടകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് KSEBിയുടെ ഓഫീസുള്ളത്. ഇതാണ് KSEB ഓഫീസ്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഇവിടുത്തെ ഡോക്ടറുടെ വീടാണ്. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ റോഡിലേക്ക് പോകേണ്ട ഷോർട്ട് കട്ടാണിത്. നേരെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ്സ് കട കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഇപ്പുറത്ത് ഞാൻ ഇന്നലെ കാണിച്ചു തന്നായിരുന്നു, അതുകൊണ്ട് അപ്പുറത്തേക്ക് കാണിക്കാനല്ല. ഈ സൈഡിൽ ഇതുപോലത്തെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യണത് ഇവിടെയാണ്. ഇതുപോലത്തെ വണ്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി.
ഇത് സ്റ്റൗവ് സാധനങ്ങൾ എല്ലാം റിപ്പയർ ചെയ്യണ ഒരു കട, മിക്സി അങ്ങനെയുള്ള എല്ലാ അൽക്കുലത്തും റിപ്പയർ ചെയ്യണ ഒരു കടയാണ്. ഇവിടെ ഒരു ചെരുപ്പ് കടയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വന്ന കോറമ്മാളെത്തി നെസ്റ്റോ എന്ന് പറഞ്ഞ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെയാണ്. ഇതാണ് നെസ്റ്റോ. ഇവിടെയും ഞങ്ങൾക്ക് 2 വണ്ടി ഇടാം കേട്ടോ. അതായത് അപ്പുറത്തേക്ക് പോയിട്ട് ഒരു ദിവസം ഞാൻ കയറി കാണിച്ചു തരാം എങ്ങനെ ഇവിടുന്ന് വണ്ടി കൊണ്ടുവരണമെന്നൊക്കെ കാണിച്ചു തരാം. ഈ ഓരോ റോഡിലും ഓരോരോ നിയമങ്ങളാണ്. ഇത് KR ബേക്കറി, അതിൻ്റെ അപ്പുറത്ത് തന്നെ KR ബേക്കറി. ഇപ്പോൾ ഓണായതുകൊണ്ട് പൂക്കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ വണ്ടികൾ തന്നെയാണ്, നമ്മുടെ സ്റ്റാൻഡിലെ പെർമിറ്റ് തന്നെയാണ്, എടപ്പാൾ പെർമിറ്റ് വണ്ടികൾ തന്നെയാണ്. ഇത് അപ്പുറത്ത് പൂക്കച്ചവടം. ഇപ്പോൾ ഈ കാനയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിൻ്റെ ടൈമായി പോയതുകൊണ്ട് ഇത്തിരി സ്പീഡാക്കിയിട്ടുണ്ട്. ഓണത്തിന് മുമ്പ് തീരുമായിരിക്കും. ഇതൊക്കെ നമ്മുടെ ടീംസിന്. ഇവിടെയൊക്കെ ഓരോ കടകൾ, ചെരുപ്പ് കടകൾ, മൊബൈൽ കടകൾ, പച്ചക്കറി. അതിൻ്റെ ഇപ്പുറത്ത് ലാസ്റ്റായിട്ടൊരു പെട്രോൾ പമ്പ്. അവിടം വരെ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ ഒരു ഫ്രൂട്ട്സ് കട. അതിൻ്റെ അപ്പുറത്ത് ചെരുപ്പൊക്കെ നന്നാക്കുന്ന ഒരാളിരിക്കുന്നുണ്ട്. ഈ ഓട്ടോറിക്ഷയുടെ അപ്പുറത്താണ്. ഈ വണ്ടി കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഇതാണ് പെട്രോൾ പമ്പ്. ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പട്ടാമ്പി റോഡിന് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൃശ്യം കംപ്ലീറ്റ് ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എല്ലാം കണ്ടെന്നും വിശ്വസിക്കുന്നു.